പാസ്വേർഡിനെ കാണാൻ എത്ര തവണ വന്നു എന്ന് എനിക്ക് തന്നെ തിട്ടപ്പെടുത്താൻ പറ്റില്ല. അത്രയും തവണ ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. പ്രത്യേക ഒരു വാത്സല്യം അദ്ദേഹത്തിൽ നിന്നും എപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഏത് കാര്യം അദ്ദേഹത്തോട് പോയി ആവശ്യപ്പെട്ടാലും അദ്ദേഹം അതിന് തയ്യാറാവുമായിരുന്നു. ഞാനൊരു പ്രസാധനശാല തുടങ്ങിയപ്പം എൻ്റെ ആദ്യത്തെ പുസ്തകം എനിക്ക് തന്നത് പാസ്വേർഡാണ്. MTയുടെ രമണീയം ഒരു കാലം എന്ന് പറയുന്ന പുസ്തകം ഞങ്ങളാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. പിന്നെ അദ്ദേഹം ദയ എന്ന് പറയുന്ന തിരക്കഥ എനിക്ക് തന്നു. ലോകകഥകൾ, അത് NPയുമായി ചേർന്ന് എഴുതിയിട്ടുള്ള പരിഭാഷപ്പെടുത്തിയ ലോകകഥകളുടെ പുസ്തകം. അതിനൊക്കെ അപ്പുറം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ വീട്ടിലുണ്ട്. എൻ്റെ പിതാവുമായുള്ള ബന്ധം, അതിനുശേഷം MTയുടെ മകൾ സിത്താര എൻ്റെ സഹപാഠി കൂടിയായിരുന്നു. അങ്ങനെ ഈ കുടുംബത്തിലൊരു അംഗമായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എപ്പോഴും ഏത് കാര്യത്തിനും അദ്ദേഹം എന്നെയും വിളിക്കുമായിരുന്നു, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷക്കും മലയാളികൾക്കും തീർത്താൽ തീരാത്ത വലിയ നഷ്ടമാണ് MT എന്ന രണ്ടക്ഷരം കൊണ്ട് മലയാളി മനസ്സുകളെ കീഴടക്കിയ അന്തരിച്ചു പോയ MT വാസുദേവൻ നായർ. ചെറുപ്പകാലം മുതൽ കഥാരചനയിലൂടെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ സഞ്ചരിച്ച് ഒടുവിൽ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളെ സ്പർശിച്ച് അല്ലെങ്കിൽ സർവതല സ്പർശിയായ പ്രവർത്തന മേഖലകളിലൂടെ നിറസാന്നിധ്യമായ MTയുടെ വിയോഗം നമുക്ക് വിശ്വസിക്കാനാവാത്ത ഒരു വിയോഗമാണ്. ഇനി നമ്മൾ ആരെ വായിക്കും എന്നൊരു ചിന്തയാണ് വായനക്കാരായ മലയാളികളുടെ മനസ്സിലുള്ളത്. MTക്ക് പകരം വെക്കാൻ മറ്റൊരു MTയെ കണ്ടെത്തുക അസാധ്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സാഹിത്യരചനകൾ മലയാള ഭാഷയെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. ആ സമ്പുഷ്ടത ഇനി അങ്ങനൊരു ആവശ്യം വരുമ്പോൾ ആരാണ് പൂർത്തിയാക്കുക എന്നീ ധാരാളം ചോദ്യങ്ങൾ MTയുടെ മരണം വായനക്കാരന് മുമ്പിൽ ഉയർത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് താങ്ങാനാവുന്നതല്ലെങ്കിലും അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോടും ചരമത്തിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ബന്ധുക്കളോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി AK ശശീന്ദ്രൻ്റെ പ്രതികരണമാണ് കണ്ടത്. അക്ഷരങ്ങളുടെ മാന്ത്രികതയിലൂടെ മലയാളിയുടെ മനം കവർന്നാണ് MT ഓർമ്മയാകുന്നത്. പത്മഭൂഷൺ, ജ്ഞാനപീഠം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങളും അതിലേറെ സ്നേഹവും ഈ നാട് അദ്ദേഹത്തിന് നൽകി.